ഹലോ, നിങ്ങളിപ്പോൾ ഓസ്ട്രിയയ്ക്ക് സ്പൗസ് വിസ എന്നുള്ളൊരു പോയിന്റ് കണ്ടിട്ട് മാത്രമാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും കാണാതെ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ നമുക്ക് സ്പൗസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് നമ്മൾ നല്ലൊരു ജോലി കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കാവൂ. കാരണം ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പൗസിന് നമ്മൾ കിട്ടുന്ന RP കാർഡിൽ അത് നമ്മൾ സ്റ്റുഡൻസ് ഡിപ്പെൻഡഡ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ ഫുൾ ടൈം ജോബിന് നോക്കുന്ന സമയത്ത് അവർ പറയും ഓക്കെ ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് അധിക സ്ഥലങ്ങളിലൊന്നും റിജക്ഷൻ കിട്ടും. കാരണം നമുക്ക് AMS ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്കും അതേമാതിരി സ്റ്റുഡൻസിനൊക്കെ പരിഗണന കൊടുത്തതിന് ശേഷം മാത്രമേ സ്പൗസിന് കൊടുക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് നമുക്ക് അധിക സ്ഥലത്ത് പോകുമ്പോൾ മറുപടി കിട്ടുന്നത്. എന്ന് വെച്ചിട്ട് നമുക്ക് പാർട്ട് ടൈം കിട്ടില്ല എന്നല്ല, നമുക്ക് DPD കൊറിയർ സർവീസ് പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പാർട്ട് ടൈം കിട്ടും. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏജൻസിക്കാർ പറയുന്ന പോലെ പെട്ടെന്ന് തന്നെ ജോബ് കിട്ടും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ് അല്ലെങ്കിൽ 40 അവർ വർക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കുറേ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജോബും കാര്യങ്ങളും കിട്ടും. പിന്നെ സെക്കൻഡായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സിംഗിളായിട്ട് ജീവിക്കുക, അതായത് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ അപ്പാർട്ട്മെൻറ്റിന് നല്ല രീതിയിൽ റെൻറ്റ് കൊടുക്കണം. ഒരു 600-700 രീതിയിലാണ് ഒരു റേഞ്ച് വരുന്നത്. നമുക്ക് അതിന് കുറവായിട്ടും കിട്ടും. അതല്ലാണ്ട് നോർമലി നമുക്കിവിടെ ഒരു സിംഗിൾ അപ്പാർട്ട്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടാൻ തന്നെ ഇവിടെ കുറച്ച് പ്രയാസമാണ്. അതൊരു സിംഗിളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 600-700 യൂറോന് ഇടയിൽ നമ്മൾ എന്ത് കൊടുക്കണം, മന്ത്ലി റെൻറ്റ് കൊടുക്കണം. പിന്നെ അതിന് ഡെപ്പോസിറ്റ് കൊടുക്കണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ യൂട്ടിലിറ്റി ചാർജസ് എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെയുള്ളത് വരും. നമുക്കൊരു നല്ലൊരു അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളത് നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും. ചിലർക്ക് നല്ല റേറ്റ് കുറവുള്ളതും കിട്ടും, ചിലർക്ക് ഈ യൂട്ടിലിറ്റീസ് ഒക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിലായിരിക്കും അക്കോമഡേഷൻ കിട്ടുന്നത്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും കൂടുമ്പോൾ നമ്മൾ RP കാർഡ് റിന്യൂ ചെയ്യണം. നമ്മൾ സ്റ്റുഡൻസിൻ്റെ മാത്രമല്ല, നമ്മൾ സ്പൗസിൻ്റെ RP കാർഡ് എന്ത് ചെയ്യണം, റിന്യൂ ചെയ്യണം. ആ സമയത്ത് നമ്മൾ അക്കൗണ്ടിൽ ഒരു ഫണ്ട് കാണിക്കണം. അതെല്ലാ വർഷവും നമ്മൾ പുതുക്കുന്ന സമയത്ത് ഈ ഒരു ഫണ്ട് കാണിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വിചാരിക്കും ഓക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം, വൈഫിനെ പഠിക്കാം, പാർട്ട് ടൈം ചെയ്യാം, ഹസ്ബൻഡിന് വന്നിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യാം, സെറ്റാണ് എന്ന് വിചാരിക്കുമ്പോൾ അതിന് കുറച്ച് ഡ്രോബാക്കും കൂടി ഉണ്ട്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റ് ആവാനൊക്കെ പറ്റും, പക്ഷെ അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പം നല്ല ജോലി നാട്ടിൽ കളഞ്ഞ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടായിട്ട് സ്പൗസ് വിസ വിചാരിച്ച് മാത്രം ഓസ്ട്രേലിയ ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. കാരണം ഞാനും ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രൊസീജിയർ ഈ ഒരു കാര്യം, അതായത് ഇവിടെ വന്നു കഴിഞ്ഞ് വർക്ക് കിട്ടുന്നതിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം കൊണ്ട് ഞാൻ പേപ്പർ വർക്കൊക്കെ കുറച്ച് നീട്ടി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ സ്പൗസ് റിലേറ്റഡ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്. എനിക്ക് തന്നെ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട്. അപ്പം നല്ല ജോലിയും കാര്യങ്ങളും കളഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രം വരിക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പാട് ചെയ്ത് ഇവിടെ വന്നിട്ട് വരേണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നമുക്കൊരു കുറ്റബോധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ഡീമോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോ അല്ല. നിങ്ങൾ ചെയ്യുന്ന കാരണം നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് അബ്രോഡ് പോയി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്.